എവിടെയാണോ അവിടെയായിരിക്കും നമ്മുടെ ഇമോഷനും എനർജിയും ഡിസിഷനും വരുന്നത്. എന്തിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അവിടെയായിരിക്കും നമ്മുടെ എനർജി, അവിടെയായിരിക്കും നമ്മുടെ ഇമോഷൻ, അതേപോലെ തന്നെ ആ പോയിന്റിൽ തന്നെ ആയിരിക്കും നമ്മൾ തീരുമാനങ്ങളും എടുക്കുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലാണെങ്കിൽ നമ്മുടെ ഇമോഷൻ കംപ്ലീറ്റ് ബിസിനസ്സിലായിരിക്കും, നമ്മുടെ എനർജി കംപ്ലീറ്റ് ബിസിനസ്സിലായിരിക്കും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഒരു മരണ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇല്ല ഇന്ന് ഞാൻ വരാൻ പറ്റില്ല, ഞാൻ നാളെ അവിടെ വന്നോളാം, എനിക്ക് അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതേസമയം നമുക്ക് വളരെ സ്നേഹമുള്ള ഒരു അപ്പൂപ്പനിലാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ എന്ത് ബിസിനസ് ഉണ്ടെങ്കിലും നമ്മൾ അപ്പൂപ്പന്റെ മരണത്തിനായിരിക്കും പോകണം. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. കാരണം അത് നമ്മുടെ മൈൻഡ് സെറ്റിനെ ഡിസൈഡ് ചെയ്യും. ഫോക്കസ് നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന മോശം കാര്യങ്ങൾ വെക്കുന്നെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് വീക്കായി വരും. നമുക്കെല്ലാം ഉള്ളിൽ രണ്ട് ചെന്നായ്ക്കളുണ്ട്. ഒന്നൊരു നെഗറ്റീവ് ചെന്നായ, ഒന്നൊരു പോസിറ്റീവ് ചെന്നായ. രണ്ട് ചെന്നായ തമ്മിൽ യുദ്ധം ചെയ്താൽ ആര് വിജയിക്കും? ആരോഗ്യമുള്ള ചെന്നായ വിജയിക്കും. ഒരു ചെന്നായക്ക് ആരോഗ്യം കിട്ടുന്നത് എപ്പോഴാണ്? ആവശ്യത്തിന് ഭക്ഷണം കിട്ടുമ്പോഴാണ്. നമ്മുടെ മനസ്സിലുള്ള ചെന്നായ്ക്കൾക്ക് നെഗറ്റീവ് ചെന്നായക്ക് ആരോഗ്യം കിട്ടുന്നത് നെഗറ്റീവായ ചിന്തകളാകുന്ന തീറ്റ കൊടുക്കുമ്പോഴാണ്. പോസിറ്റീവ് ചെന്നായക്ക് ആരോഗ്യം കിട്ടുന്നത് പോസിറ്റീവ് ചിന്തകളാവുന്ന തീറ്റ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആരോഗ്യം കൊണ്ടാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റിലെ ചെന്നായികൾക്ക് പോസിറ്റീവ് ചിന്ത കൊടുത്താൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവായി നിങ്ങൾക്ക് ആവശ്യമുള്ള നടപ്പിലാക്കി തരും. നെഗറ്റീവായ ചിന്തകളാണ് കണ്ടിന്യൂസ്ലി കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവായി വരും. നിങ്ങൾ കൊടുക്കുന്നതേ കിട്ടും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. പ്ലസ് വിതയ്ക്കുന്നതേ കൊയ്യാനാവൂ. തേർഡ്, ഇൻപുട്ടിനനുസരിച്ച് ഔട്ട്പുട്ട് വരൂ. മുന്തിരിങ്ങായിട്ടിട്ട് ആപ്പിൾ ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ എത്ര അടിച്ചാലും വരില്ല. മിക്സിയുടെ കുഴപ്പമല്ല, ഇട്ട് കൊടുത്ത നമ്മുടെ കുഴപ്പമാണ്. നമ്മൾ മനസ്സിന് നിന്നെ കൊണ്ട് നടക്കൂല, മാർക്കറ്റ് പൊളിഞ്ഞിരിക്കുകയാണ്, ഇന്ത്യ തന്നെ തകർച്ചയിലാണ്, ലോകമേ പ്രശ്നത്തിലാണ് എന്ന ചിന്ത കൊടുത്തിട്ട് സെയിൽസ് ചെയ്യാൻ പോയാൽ നടക്കൂല. സിസ്റ്റം കേടാക്കിയിട്ടാ പോയിരിക്കുന്നത്. ഇത് പഠിക്കണം. മൈൻഡ് മാസ്റ്ററി. ഞാൻ മനസ്സിനെ വിജയിച്ചവനൊന്നും അല്ല, പക്ഷെ ഞാൻ ഡെയിലി അതിനായിട്ട് എഫേർട്ട് എടുക്കുന്നവനാ. ഒരു ദിവസം ഞാൻ തോപ്പിക്കും. ഒരു മനുഷ്യായുസിലെ ഏറ്റവും ഭീകരമായ കർത്തവ്യം അവനവന്റെ മനസ്സിനെ തോൽപ്പിക്കുക എന്നുള്ള ഭയങ്കര പാടാണ്. മനസ്സ് കൊരേന്റെ പോലെയാണ്. മനസ്സ് അങ്ങോട്ട് ചാടാൻ പറയും, ഇങ്ങോട്ട് ചാടാൻ പറയും, ഇങ്ങോട്ട് ചാടാൻ പറയും. നമ്മളൊപ്പം ചാടി പോയാൽ നമ്മൾ മനസ്സിന്റെ അടിമയായി. ചാടാതിരുന്നാൽ മനസ്സ് നമ്മുടെ അടിമയായി.